നമസ്കാരം. PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് LGS മാരത്തോൺ ഡേ 30. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും നോക്കാൻ പോകുന്ന വിഷയം ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റിയാണ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ പറ്റിയാണ്. ഇവയിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്യാൻ പോകുന്നത് SCERT ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മേഖലയാണ്. നമുക്ക് സമയം കളയേണ്ട, ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ചാനലിൽ LDC 2024 ഒരു ഫ്രീ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളുടെ ലിങ്ക് LDC 2024 ഫ്രീ കോഴ്സ് എന്ന പ്ലേലിസ്റ്റിൽ നൽകിയിരിക്കുന്നു. LGS 2024 ഫ്രീ കോഴ്സ് ഉടൻ തന്നെ നമ്മൾ ആരംഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവരും അതിനായി വെയിറ്റ് ചെയ്യുക. ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ ആദ്യമായി നമുക്ക് പഠിക്കാനുള്ളതാണ് ആര്യ സമാജം. എന്താ സുഹൃത്തുക്കൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്? ആര്യ സമാജം. ഏകദൈവം, വേദങ്ങളുടെ ആവശ്യകത എന്നിവ മുറുകെ പിടിച്ചിരുന്ന ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ആര്യ സമാജം. ഏകദൈവം, വേദങ്ങളുടെ ആവശ്യകത എന്നിവ മുറുകെ പിടിച്ചിരുന്ന ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ആര്യ സമാജമാണ്. വടക്കേ ഇന്ത്യയിൽ കൂടുതലായി പ്രവർത്തിച്ചു വന്നിരുന്ന സംഘടനയായിരുന്നു ആര്യ സമാജം. വടക്കേ ഇന്ത്യയിൽ കൂടുതലായി പ്രവർത്തിച്ചു വന്നിരുന്ന നവോത്ഥാന സംഘടന എന്ന് ചോദിച്ചാൽ അത് ആര്യ സമാജമായിരുന്നു. ആര്യ സമാജം ആരംഭിച്ചത് 1875 ആര്യ സമാജം ആരംഭിച്ച വർഷം 1875. ദയാനന്ദ സരസ്വതി ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ആര്യ സമാജമാണ്. അല്ലെങ്കിൽ ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് ദയാനന്ദ സരസ്വതിയാണ്. ഒന്നുകൂടി പറയാം, ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജത്തിന്റെ ആദ്യത്തെ യൂണിറ്റ് സ്ഥാപിതമായത് മുംബൈയിലാണ്. ആര്യ സമാജത്തിന്റെ ആദ്യത്തെ യൂണിറ്റ് സ്ഥാപിതമായത് മുംബൈയിലാണ്. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് സത്യാർത്ഥ പ്രകാശമാണ്. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്യാർത്ഥ പ്രകാശമാണ്. സത്യാർത്ഥ പ്രകാശം എഴുതിയത് ദയാനന്ദ സരസ്വതിയാണ്. സത്യാർത്ഥ പ്രകാശം എഴുതിയത് ആരാണ്? ദയാനന്ദ സരസ്വതിയാണ്. പഠിക്കുക, ഇമ്പോർട്ടന്റ് പോയിന്റ്. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുകയായിരുന്നു ആര്യ സമാജത്തിന്റെ മുദ്രാവാക്യം. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതായിരുന്നു ആര്യ സമാജത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. 10 തത്വങ്ങൾ ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 10 തത്വങ്ങൾ എന്ന് പറയുന്നത് ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഒന്നും കൂടി പറയുവാണേ, ഏകദൈവം, വേദങ്ങളുടെ ആവശ്യകത എന്നിവ മുറുകെ പിടിച്ചിരുന്ന ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ആര്യ സമാജം. വടക്കേ ഇന്ത്യയിൽ കൂടുതലായി പ്രവർത്തിച്ചു വന്നിരുന്ന നവോത്ഥാന സംഘടന എന്ന് ചോദിച്ചാൽ അത് ആര്യ സമാജം. ആര്യ സമാജം ആരംഭിച്ച വർഷം 1875. ദയാനന്ദ സരസ്വതി ആരംഭിച്ച സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാലും, അല്ലെങ്കിൽ ആര്യ സമാജം ആരംഭിച്ച സാമൂഹ്യ പരിഷ്കർത്താവാരെന്ന് ചോദിച്ചാലും അത് ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജത്തിന്റെ ആദ്യത്തെ യൂണിറ്റ് സ്ഥാപിതമായത് മുംബൈയിലാണ്. ആര്യ സമാജത്തിന്റെ ആദ്യ യൂണിറ്റ് എവിടെയാ സുഹൃത്തുക്കളെ സ്ഥാപിതമായത്? മുംബൈയിലാണ്. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം സത്യാർത്ഥ പ്രകാശം. ആര്യ സമാജത്തിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന പുസ്തകം സത്യാർത്ഥ പ്രകാശമാണ്. സത്യാർത്ഥ പ്രകാശം എഴുതിയത് ദയാനന്ദ സരസ്വതിയാണ്. സത്യാർത്ഥ പ്രകാശം എഴുതിയത് ആരാ സുഹൃത്തുക്കളെ? ദയാനന്ദ സരസ്വതിയാണ്. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ് ആര്യ സമാജത്തിന്റെ മുദ്രാവാക്യം. ഒന്നുകൂടി പറയാം, PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. ഹൈന്ദവ നവീകരണത്തിലൂടെ ലോകത്തെ മഹത്തരമാക്കുക എന്നതാണ് ആര്യ സമാജത്തിന്റെ മുദ്രാവാക്യം. 10 തത്വങ്ങൾ ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആര്യ സമാജവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എന്താ സുഹൃത്തുക്കളെ? 10 തത്വങ്ങളാണ്. വിഗ്രഹാരാധന, ശൈശവ വിവാഹം, മൃഗബലി, സ്വർഗവും നരകവും എന്നിവയെ ശക്തമായി എതിർത്തിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ആര്യ സമാജമാണ്. വിഗ്രഹാരാധന, ശൈശവ വിവാഹം, മൃഗബലി, സ്വർഗവും നരകവും എന്നിവയെ ശക്തമായി എതിർത്തിരുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ആര്യ സമാജമായിരുന്നു. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അടിച്ചമർത്തപ്പെട്ട താഴ്ന്ന വിഭാഗത്തിനും ഇന്റർകാസ്റ്റ് വിവാഹങ്ങൾക്കും മുൻതൂക്കം നൽകിയിരുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ആര്യ സമാജമാണ്. അപ്പോൾ എന്തിനെയൊക്കെയാണ് ആര്യ സമാജം എതിർത്തതെന്ന് ചോദിച്ചാൽ വിഗ്രഹാരാധന, ശൈശവ വിവാഹം, മൃഗബലി, സ്വർഗവും നരകവും എന്നിവയെ ശക്തമായിട്ട് ആര്യ സമാജം എതിർക്കുകയും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനും അടിച്ചമർത്തപ്പെട്ട താഴ്ന്ന വിഭാഗത്തിനും അതുപോലെ ഇന്റർകാസ്റ്റ് വിവാഹങ്ങൾക്കും ആര്യ സമാജം മുൻതൂക്കം നൽകുകയും ചെയ്തു. വേദങ്ങളിലും ആയുർവേദത്തിലും അറിവ് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ഗുരുകുലങ്ങളും കന്യാഗുരുകുലങ്ങൾ സ്ഥാപിച്ചത് ആര്യ സമാജത്തിന്റെ ഭാഗമായാണ്. പഠിക്കുക, വേദങ്ങളിലും ആയുർവേദത്തിലും അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഗുരുകുലങ്ങളും കന്യാഗുരുകുലങ്ങൾ എന്നിവ ആര്യ സമാജത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചു.
ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക് എന്നീ ദേശീയ നേതാക്കൾ ആര്യ സമാജവുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു. പഠിച്ചോളണേ, ആര്യ സമാജവുമായി ഏറ്റവും കൂടുതൽ ഇടപഴകിയിരുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചിരുന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോപാലകൃഷ്ണ ഗോഖലെയും ബാലഗംഗാധര തിലകുമാണ് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് രാമകൃഷ്ണ മിഷൻ. ഏതാണ് രാമകൃഷ്ണ മിഷൻ? ആത്മീയ പ്രവർത്തനങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിയിരുന്ന നവോത്ഥാന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷൻ ആണ്. ആത്മീയ പ്രവർത്തനങ്ങൾക്കും അതിനോടൊപ്പം തന്നെ സേവന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിയിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷൻ ആയിരുന്നു. രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായ വർഷം 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായ വർഷം എത്രയാ സുഹൃത്തുക്കളെ? 1897 രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. പഠിച്ചോളണേ, രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം ബേലൂര്, കൊൽക്കത്ത. പഠിച്ചോളുക, രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം എവിടെയാണ്? ബേലൂര്, കൊൽക്കത്തയിലാണ്. രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം ആത്മനോ മോക്ഷകാർത്ഥം ജഗത് ഹിതായ എന്നാണ്. അതായത് സ്വയം രക്ഷിക്കൂ, ലോകത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി എന്നാണ് ഇതിന്റെ അർത്ഥം. ഒന്നുകൂടി പറയാം, രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം എന്താ സുഹൃത്തുക്കളെ? ആത്മനോ മോക്ഷകാർത്ഥം ജഗത് ഹിതായ എന്നാണ്. ഇതിന്റെ അർത്ഥം എന്തെന്ന് ചോദിച്ചാല് സ്വയം രക്ഷിക്കുക, ഒപ്പം ലോകത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക. ഇതാണ് ഓർക്കുക. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശക്തമായി എതിർത്തിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷൻ ആയിരുന്നു. ഒന്നുകൂടി പറയാം, ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ എന്നിവയെ ശക്തമായി എതിർത്തിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷൻ ആയിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വീക്ഷണങ്ങൾ മുറുകെ പിടിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷൻ ആയിരുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വീക്ഷണങ്ങളെ മുറുകെ പിടിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷനാണ്. കാരണം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ പ്രശസ്തനായിട്ടുള്ള ശിഷ്യനാണ് സ്വാമി വിവേകാനന്ദൻ. അതുകൊണ്ട് തന്റെ ഗുരുവിന്റെ പ്രധാനപ്പെട്ട വീക്ഷണങ്ങൾ എല്ലാം ചേർത്തുകൊണ്ടാണ് രാമകൃഷ്ണ മിഷൻ ആര് രൂപീകരിക്കുന്നത്? സ്വാമി വിവേകാനന്ദൻ രൂപീകരിക്കുന്നത്. രാജ്യത്തെ പട്ടിണിയും നിരക്ഷതയും അവസാനിപ്പിക്കുക, സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം. പഠിക്കുക, രാജ്യത്തെ പട്ടിണിയും നിരക്ഷരതയും അവസാനിപ്പിക്കുകയും സ്വാതന്ത്ര്യവും സമത്വവും സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ശാരദാ മഠം. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്, രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ശാരദാ മഠം. ഒന്നുകൂടി പറയാം, ആത്മീയ പ്രവർത്തനങ്ങൾക്കും സേവന പ്രവർത്തനങ്ങൾക്കും മുൻതൂക്കം നൽകിയിരുന്ന ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിതമായ വർഷം 1897 രാമകൃഷ്ണ മിഷന്റെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് ബേലൂർ, കൊൽക്കത്ത. രാമകൃഷ്ണ മിഷന്റെ ആപ്തവാക്യം ചോദിച്ചാൽ ആത്മനോ മോക്ഷകാർത്ഥം ജഗത് ഹിതായ എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം രക്ഷിക്കും, അതുപോലെ തന്നെ ലോക ക്ഷേമത്തിന് വേണ്ടി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ശക്തമായി എതിർത്തിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷനാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വീക്ഷണങ്ങൾ മുറുകെ പിടിച്ചിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ചോദിച്ചാൽ അത് രാമകൃഷ്ണ മിഷനാണ്. രാജ്യത്തെ പട്ടിണിയും നിരക്ഷതയും അവസാനിപ്പിക്കുക, സ്വാതന്ത്ര്യം, സമത്വം, സ്വതന്ത്ര ചിന്ത എന്നിവ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം. രാമകൃഷ്ണ മിഷന്റെ വനിതാ വിഭാഗം അറിയപ്പെടുന്ന പേരാണ് ശാരദാ മഠം. എന്താ സുഹൃത്തുക്കളെ? ശാരദാ മഠം പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് അലിഗഡ് പ്രസ്ഥാനം. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1875 അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1875 അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ അത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. പഠിച്ചോളുക, അലിഗഡ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് കോളേജ് ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1877 ഉത്തർപ്രദേശ്. പഠിക്കുക, അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ 1875 അലിഗഡ് കോളേജ് ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1877. ഇപ്പോഴത്തെ ഏത് സംസ്ഥാനത്തെ സുഹൃത്തുക്കളെ? അത് ഉത്തർപ്രദേശിലാണ്. മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയത് 1920 ഇമ്പോർട്ടന്റ് പോയിന്റാ പറഞ്ഞത്. മുഹമ്മദ് ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയ വർഷം 1920.
ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി പ്രവർത്തിച്ചിരുന്ന സംഘടന ഏത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലിഗഡ് പ്രസ്ഥാനമാണ്. പഠിക്കുക, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹിക വിദ്യാഭ്യാസപരമായ പുരോഗതിക്ക് പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനം അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലിഗഡ് പ്രസ്ഥാനമാണ്. ഹിന്ദു മുസ്ലിം ഐക്യം, മുസ്ലിം വിഭാഗത്തിലെ ആളുകളുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇന്ത്യൻ ദേശീയത, മുസ്ലിം സ്ത്രീ വിമോചനം എന്നിവയെല്ലാം അലിഗഡ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യങ്ങളായിരുന്നു. പഠിക്കണേ, ഇമ്പോർട്ടന്റ് ആണ്. ഹിന്ദു മുസ്ലിം ഐക്യം, മുസ്ലിം വിഭാഗത്തിലെ ആളുകളുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇന്ത്യൻ ദേശീയത, മുസ്ലിം സ്ത്രീ വിമോചനം എന്നിവയെല്ലാം അലിഗഡ് പ്രസ്ഥാനത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളായിരുന്നു. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രവർത്തകരാരെന്ന് ചോദിച്ചാൽ അത് ചിരാഗ് അലിയും നാസിർ അഹമ്മദുമാണ്. പഠിക്കുക, അലിഗഡ് പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രവർത്തകരാരൊക്കെയാണ്? ചിരാഗ് അലിയും അതുപോലെ നാസിർ അഹമ്മദുമാണ്. ഒന്നുകൂടി പറയാം അലിഗഡ് പ്രസ്ഥാനത്തെ പറ്റി. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1875 അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തിയാരെന്ന് ചോദിച്ചാൽ സർ സയ്യിദ് അഹമ്മദ് ഖാനാണ്. അലിഗഡ് കോളേജ് ആരംഭിച്ചത് ചോദിച്ചാൽ 1877 ഇപ്പോഴത്തെ ഏത് സംസ്ഥാനത്തിലാണ്? ഉത്തർപ്രദേശ് സംസ്ഥാനത്തിൽ. മുഹമ്മദിയൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അലിഗഡ് മുസ്ലിം സർവകലാശാലയായി മാറിയ വർഷം 1920. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ വിദ്യാഭ്യാസപരമായ പുരോഗതിക്കായി പ്രവർത്തിച്ച പ്രസ്ഥാനം ചോദിച്ചാൽ അത് അലിഗഡ് പ്രസ്ഥാനമാണ്. ഹിന്ദു മുസ്ലിം ഐക്യം, മുസ്ലിം വിഭാഗത്തിലെ ആളുകളുടെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, ഇന്ത്യൻ ദേശീയത, മുസ്ലിം സ്ത്രീകളുടെ വിമോചനം എന്നിവയെല്ലാം അലിഗഡ് പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിരുന്നു. അലിഗഡ് പ്രസ്ഥാനത്തിന്റെ മുഖ്യ പ്രവർത്തകരാരെന്ന് ചോദിച്ചാൽ അത് ചിരാഗ് അലിയും അതുപോലെ നാസിർ അഹമ്മദുമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് പ്രാർത്ഥനാ സമാജം. മഹാരാഷ്ട്രയിലെ സാംസ്കാരിക നവോത്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു പ്രാർത്ഥനാ സമാജം. മഹാരാഷ്ട്രയിലെ സാംസ്കാരിക നവോത്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു പ്രാർത്ഥനാ സമാജം. ബ്രഹ്മസമാജത്തിൽ നിന്നും വ്യത്യസ്തമായി സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ കൂടുതലായി ജാഗ്രതയോടെ സമീപിച്ച ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ വളരെയധികം മുന്നേറ്റം ഉണ്ടാവുകയാണ് ചെയ്തത്. അപ്പോൾ ആദ്യകാലത്ത് മഹാരാഷ്ട്രയിലെ സാംസ്കാരിക നവോത്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച ഈ പ്രസ്ഥാനം ബ്രഹ്മസമാജത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ സമീപിച്ചത് കൊണ്ട് തന്നെ ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ വളരെ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി. പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് 1867 പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് എന്നാ സുഹൃത്തുക്കളെ? 1867 ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. പഠിക്കുക, ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത്. പ്രാർത്ഥനാ സമാജം ആരംഭിച്ചതാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗാണ്. പഠിക്കുക, ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗാണ് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത്. പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് മുംബൈയിലാണ്. പഠിച്ചോളെ, പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് എവിടെയാണ്? മുംബൈയിലാണ്. പ്രയർ സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ചോദിച്ചാൽ പ്രാർത്ഥനാ സമാജം. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എന്താണ്? പ്രയർ. അപ്പോ പ്രയർ സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാർത്ഥനാ സമാജമാണ്. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെ പിന്നോക്ക വിഭാഗങ്ങളുടെയും പുരോഗതിക്കായി പ്രവർത്തിച്ചിരുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനാ സമാജമാണ്. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും പുരോഗതിക്കായി പ്രവർത്തിച്ചിരുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനാ സമാജമായിരുന്നു. പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളും ആശയങ്ങളും രാജ്യമൊട്ടാക്കി എത്തിക്കുവാൻ സഹായിച്ച നേതാക്കളായിരുന്നു മഹാദേവ് ഗോവിന്ദ് റാനഡെയും അതുപോലെ തന്നെ രാമകൃഷ്ണ ഫണ്ടാക്കറും. പഠിക്കുക, പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളും ആശയങ്ങളും രാജ്യമൊട്ടാക്കി എത്തിക്കുവാൻ സഹായിച്ച നേതാക്കളാരെന്ന് ചോദിച്ചാൽ മഹാദേവ ഗോവിന്ദ് റാനഡെയും അതുപോലെ തന്നെ രാമകൃഷ്ണ ഫണ്ടാക്കറുമാണ്. ഒന്നുകൂടി പറയുവാണേ സുഹൃത്തുക്കളെ, പ്രാർത്ഥനാ സമാജം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ സാംസ്കാരിക നവോത്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ട് ആരംഭിച്ച പ്രസ്ഥാനമായിരുന്നു. ബ്രഹ്മസമാജത്തിൽ നിന്നും വ്യത്യസ്തമായി സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ സമീപിച്ച ഈ പ്രസ്ഥാനം ഇന്ത്യയിൽ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി. പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് 1867 ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗ് സ്ഥാപിച്ച പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനാ സമാജമാണ്. അപ്പോൾ പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചതാരാണ്? ഡോക്ടർ ആത്മറാം പാണ്ഡുരംഗ് ആണ്. പ്രാർത്ഥനാ സമാജം ആരംഭിച്ച പ്രദേശം എന്ന് ചോദിച്ചാൽ അത് മുംബൈയിലാണ്. പ്രാർത്ഥനാ സമാജം ആദ്യമായി ആരംഭിച്ചത് എവിടെയാണ്? മുംബൈയിൽ. പ്രയർ സൊസൈറ്റി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രാർത്ഥനാ സമാജമാണ്. മിശ്രഭോജനം, മിശ്രവിവാഹം, വിധവാ പുനർവിവാഹം, സ്ത്രീകളുടെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും പുരോഗതി
എന്നിവയ്ക്കായി പ്രവർത്തിച്ചിരുന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് പ്രാർത്ഥനാ സമാജമായിരുന്നു. പ്രാർത്ഥനാ സമാജത്തിന്റെ പ്രവർത്തനങ്ങളും ആശയങ്ങളും രാജ്യമൊട്ടാകെ എത്തിക്കുന്നതിന് വേണ്ടി സഹായിച്ച നേതാക്കൾ ചോദിച്ചാൽ മഹാഗോവിന്ദ റാനഡെ, അതുപോലെ തന്നെ രാമകൃഷ്ണ ഫണ്ടാക്കർ ആണ് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് തിയോസഫിക്കൽ സൊസൈറ്റി. പഠിക്കുക തിയോസഫിക്കൽ സൊസൈറ്റി. ബ്രഹ്മവിദ്യാ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. പഠിക്കുക ബ്രഹ്മവിദ്യാ സംഘം എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായത് 1875 തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായത് 1875 തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്കിലാണ്. PSC ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്കിലാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ ചോദിച്ചാൽ ബ്ലാവസ്കിയും ഹെൻറി ഓക്കോൾട്ടുമാണ്. ബ്ലാവസ്കിയും ഹെൻറി ഓക്കോൾട്ടുമാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകർ എന്നറിയപ്പെടുന്നത്. ഹിന്ദു മതത്തിന് പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടിരുന്ന പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. ഹിന്ദു മതത്തിന് പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടിരുന്ന പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യൻ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അടയാർ, ചെന്നൈ ആണ്. അത് 1882 സ്ഥാപിച്ച സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് ഈ ഭാഗം ശ്രദ്ധിച്ചോളണേ. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാൽ അത് ന്യൂയോർക്കിലെ 1875 ഇവിടെ നമ്മൾ പറഞ്ഞത് എന്താണ്? തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് അടയാറില്. എവിടെയാണ്? ചെന്നൈയിലാണ്. 1882 അടയാറിൽ സ്ഥാപിതമായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവാണ് ആനി ബെസന്റ്. അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതാണ് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക ആരെന്ന് ചോദിച്ചാൽ അത് ആനി ബെസന്റ്. എവിടത്തെ? ഇന്ത്യയിലെ കേട്ടോ. ഇന്ത്യയിലെ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക ആരെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കും ആനി ബെസന്റ് എന്നാണ്. ആനി ബെസന്റ് ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അധ്യക്ഷയായത് 1907 ആനി ബെസന്റ് ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അധ്യക്ഷയായത് 1907 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായ ആദ്യ ഇന്ത്യക്കാരൻ സി ജീനരാജദാസയാണ്. പഠിക്കുക തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ആദ്യത്തെ പ്രസിഡന്റായി ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് സി ജീനരാജദാസയാണ്. പഠിക്കുക തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ചത് മഞ്ചേരി രാമയ്യനാണ്. തിയോസഫിക്കൽ സൊസൈറ്റി മലബാറിൽ സ്ഥാപിച്ച വ്യക്തിയാണെന്ന് ചോദിച്ചാൽ അത് മഞ്ചേരി രാമയ്യനാണ്. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ബ്രഹ്മവിദ്യാ സംഘം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ചോദിച്ചാൽ അത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1875. തിയോസഫിക്കൽ സൊസൈറ്റി രൂപം കൊണ്ടത് ന്യൂയോർക്കിലായിരുന്നു. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപകരാരെന്ന് ചോദിച്ചാൽ ബ്ലാവസ്കിയും അതുപോലെ ഹെൻറി ഓക്കോൾട്ടുമായിരുന്നു. ബ്ലാവസ്കിയും ഹെൻറി ഓക്കോൾട്ടും ചേർന്നാണ് തിയോസഫിക്കൽ സൊസൈറ്റി രൂപീകരിച്ചത്. ഹിന്ദു മതത്തിന്റെ പുനരുദ്ധാരണത്തിനായി നിലകൊണ്ടിരുന്ന പരിഷ്കരണ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് തിയോസഫിക്കൽ സൊസൈറ്റിയാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ ഇന്ത്യയിലെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് അടയാർ, അത് ചെന്നൈയിലാണ്. വർഷം 1882 അടയാറിൽ സ്ഥാപിതമായ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രധാന നേതാവ് ആരെന്ന് ചോദിച്ചാൽ ആനി ബെസന്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപക ആരെന്ന് ചോദിച്ചാൽ അത് ആനി ബെസന്റ് ആണ്. ആനി ബെസന്റ് ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അധ്യക്ഷയായതെന്ന് ചോദിച്ചാൽ അത് 1907 തിയോസഫിക്കൽ സൊസൈറ്റിയുടെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യക്കാരൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് സി ജീനരാജദാസയാണ്. സി ജീനരാജദാസയാണ്. തിയോസഫിക്കൽ സൊസൈറ്റിയുടെ മലബാറിൽ സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അത് മഞ്ചേരി രാമയ്യനാണ്. ആരാണ് അദ്ദേഹത്തിന്റെ പേര്? മഞ്ചേരി രാമയ്യൻ. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് ഹിതകാരിണി സമാജം. ഹിതകാരിണി സമാജം ആരംഭിച്ചത് 1906 ഹിതകാരിണി സമാജം ആരംഭിച്ചത് 1906 ഹിതകാരിണി സമാജം സ്ഥാപിച്ച വ്യക്തി വീരേശലിംഗം പന്തിലു. ഹിതകാരിണി സമാജം ആരംഭിച്ച വ്യക്തി ആരാണ്? വീരേശലിംഗം പന്തിലുവാണ്. ഹിതകാരിണി സമാജം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശിലാണ്. ഹിതകാരിണി സമാജം ആരംഭിച്ചത് ഇപ്പോഴത്തെ ഏത് സംസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ്. വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തിയ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ ഹിതകാരിണി സമാജമാണ്. പഠിക്കുക വിധവാ പുനർവിവാഹത്തിനും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തിയ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് ഹിതകാരിണി സമാജമാണ്. ഏതാണ്? ഹിതകാരിണി സമാജമാണ്. ഒന്നുകൂടി പറയുവാണേ, ഹിതകാരിണി സമാജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1906 സ്ഥാപിതമായത്. ഹിതകാരിണി സമാജം സ്ഥാപിച്ച വ്യക്തി വീരേശലിംഗം പന്തുലുവാണ്. ഹിതകാരിണി സമാജം ആരംഭിച്ചത് ഇപ്പോഴത്തെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തിലാണ്. വിധവ പുനർവിവാഹത്തിനും
സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനുമായി പ്രചരണം നടത്തിയ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനം ചോദിച്ചാൽ അത് ഹിതകാരണി സമാജമാണ്. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് സത്യശോധക് സമാജം. സത്യശോധക് സമാജം സ്ഥാപിതമായത് 1837 സത്യശോധക് സമാജം സ്ഥാപിതമായത് 1837 സത്യശോധക് സമാജം സ്ഥാപകൻ ജ്യോതിറാവു ഫുലെയാണ്. പഠിക്കുക, സത്യശോധക് സമാജത്തിന്റെ സ്ഥാപകൻ ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജത്തിന്റെ കോൺഗ്രസ് പാർട്ടി ലയിച്ച വർഷം 1930 സത്യശോധക് സമാജം കോൺഗ്രസ് പാർട്ടി ലയിച്ച വർഷം 1930. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തിരുന്ന നവോത്ഥാന പ്രസ്ഥാനം സത്യശോധക് സമാജം. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തെയും എതിർത്തിരുന്ന നവോത്ഥാന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് സത്യശോധക് സമാജമാണ്. പിന്നോക്ക വിഭാഗങ്ങളുടെ പുരോഗമനത്തിനും വിദ്യാഭ്യാസത്തിനുമായി പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനം സത്യശോധക് സമാജമാണ്. കുടിൽ വ്യവസായങ്ങളെ പ്രചരിപ്പിക്കുകയും ആഭ്യന്തരമായി നിർമ്മിക്കുന്ന വസ്തുക്കളുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുകയും ചെയ്ത നവോത്ഥാന പ്രസ്ഥാനം സത്യശോധക് സമാജം. പഠിക്കുക, കുടിൽ വ്യവസായങ്ങളെ പ്രചരിപ്പിക്കുകയും ആഭ്യന്തരമായി നിർമ്മിക്കുന്ന, അതായത് നമ്മുടെ സ്വന്തം രാജ്യത്ത് നിർമ്മിക്കുന്ന വസ്തുക്കളുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് സത്യശോധക് സമാജമാണ്. സത്യശോധക് സമാജത്തിന്റെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിച്ചത് കെ.എൻ. ഓം വൈറ്റ് ആണ്. പഠിക്കുക, സത്യശോധക് സമാജത്തിനെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം എന്ന് വിശേഷിപ്പിച്ചത് കെ.എൻ. ഓം വൈറ്റ് ആണ്. സത്യശോധക് സമാജം കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പത്രം എന്ന് ചോദിച്ചാൽ അതാണ് ദീനബന്ധു. എവിടെയാണ് പ്രസിദ്ധീകരിച്ചത്? പൂനെയിലാണ് കേട്ടോ. സത്യശോധക് സമാജം കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രം ഏതാണ്? ദീനബന്ധു പത്രം. അതെവിടെയാണ്? പൂനെയിലാണ്. പഠിക്കുക. അപ്പോ ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, സത്യശോധക് സമാജം സ്ഥാപിതമായത് 1837 സത്യശോധക് സമാജത്തിന്റെ സ്ഥാപകൻ ചോദിച്ചാൽ ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജം കോൺഗ്രസ് പാർട്ടി ലയിച്ച വർഷം 1930. ദുരാചാരങ്ങളെയും പുരോഹിത മേധാവിത്വത്തിനെയും എതിർത്തിരുന്ന നവോത്ഥാന പ്രസ്ഥാനം സത്യശോധക് സമാജം. പിന്നോക്ക വിഭാഗങ്ങളുടെ പുരോഗമനത്തിനും വിദ്യാഭ്യാസത്തിനുമായി പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനം ചോദിച്ചാൽ അത് സത്യശോധക് സമാജമാണ്. കുടിൽ വ്യവസായങ്ങളെ പ്രചരിപ്പിക്കുകയും ആഭ്യന്തരമായി നിർമ്മിക്കുന്ന വസ്തുക്കളുടെ പ്രാധാന്യം പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന നവോത്ഥാന പ്രസ്ഥാനം ചോദിച്ചാൽ അത് സത്യശോധക് സമാജമാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഈ പറഞ്ഞത് കേട്ടോ. മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ് ആയിട്ട് പഠിക്കുക. സത്യശോധക് സമാജത്തിന്റെ പാശ്ചാത്യ സമൂഹത്തിലെ സാംസ്കാരിക പ്രക്ഷോഭം വിശേഷിപ്പിച്ചത് കെ.എൻ. ഓം വൈറ്റ് ആണ്. സത്യശോധക് സമാജത്തിന്റെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധീകരിച്ച പത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് ദീനബന്ധു. എവിടെ നിന്നാണ് പുറത്തിറങ്ങിയത്? പൂനെയിൽ നിന്നാണ്. അടുത്തതായി നമുക്ക് പഠിക്കാനുള്ളതാണ് സ്വാഭിമാന പ്രസ്ഥാനം. എന്താണ് സ്വാഭിമാന പ്രസ്ഥാനം? സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് 1925 സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചെന്ന സുഹൃത്തുക്കളെ 1925 സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് സ്വാഭിമാന പ്രസ്ഥാനമാണ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് സ്വാഭിമാന പ്രസ്ഥാനമാണ്. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കരാണ്. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചതാരാണ്? ഇ.വി. രാമസ്വാമി നായ്ക്കരാണ്. ബ്രാഹ്മണ മേധാവിത്വം, ദുരാചാരങ്ങളെയും ജാതി വ്യവസ്ഥയും എതിർത്തിരുന്ന നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് സ്വാഭിമാന പ്രസ്ഥാനം അല്ലെങ്കിൽ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് ആണ്. എന്തിനെയൊക്കെയാണ് അവർ എതിർത്തിരുന്നത്? ബ്രാഹ്മണ മേധാവിത്വത്തിനെയും ദുരാചാരങ്ങളെയും ജാതി വ്യവസ്ഥയും എതിർത്തിരുന്ന നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് സ്വാഭിമാന പ്രസ്ഥാനമാണ്. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയ വ്യക്തിയാണ് എസ് രാമനാഥൻ. ഒന്നുകൂടി പറയുവാണ്, സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് 1925 സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ്. സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത് സ്വാഭിമാന പ്രസ്ഥാനമാണ്. സ്വാഭിമാന പ്രസ്ഥാനം സ്ഥാപിച്ചത് ഇ.വി. രാമസ്വാമി നായ്ക്കരാണ്. ബ്രാഹ്മണ മേധാവിത്വവും ദുരാചാരങ്ങളെയും ജാതി വ്യവസ്ഥയും എതിർത്തിരുന്ന നവോത്ഥാന പ്രസ്ഥാനം സ്വാഭിമാന പ്രസ്ഥാനമാണ്. സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറി ആയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ എസ് രാമനാഥനാണ്. പഠിക്കുക, എസ് രാമനാഥൻ. അടുത്തതായി നമുക്ക് പഠിക്കേണ്ടതാണ് PSC ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ബ്രഹ്മസമാജം. ബ്രഹ്മസമാജം ആരംഭിച്ച വർഷം 1828. ബ്രഹ്മസമാജം ആരംഭിച്ച വർഷം എത്ര സുഹൃത്തുക്കളെ? 1828 പഠിക്കാൻ എളുപ്പമുള്ള ഒരു വർഷമാണ്. 1828 ബ്രഹ്മസമാജം ആരംഭിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1828. പരിപാടി കഴിഞ്ഞു. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. പ്രീവിയസ് ആയി ഒരുപാട് തവണ ചോദിച്ച ചോദ്യം. ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനാരെന്ന് ചോദിച്ചാൽ രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസഭ എന്ന പേരിൽ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന പ്രസ്ഥാനം ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസഭ എന്ന പേരില്
ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന പ്രസ്ഥാനമേത് എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസഭയ്ക്ക് ബ്രഹ്മസമാജം എന്ന പുനർനാമകരണം ചെയ്തത് 1830 ബ്രഹ്മസഭയ്ക്ക് ബ്രഹ്മസമാജം എന്ന് പുനർനാമകരണം ചെയ്തതെന്ന് ചോദിച്ചാൽ അത് 1830 ബ്രഹ്മസമാജം രണ്ടായി പിളർന്നത് 1866 ബ്രഹ്മസമാജം രണ്ടായി പിളർന്നത് 1866 അതിനെ ആദി ബ്രഹ്മസമാജം എന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നും അറിയപ്പെടുന്നു. രണ്ട് പ്രധാന ഭാഗങ്ങളായിട്ട് പിരിഞ്ഞു. ആദി ബ്രഹ്മസമാജം എന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നും ഒന്നുകൂടി പറയാം. ബ്രഹ്മസമാജം ആരംഭിച്ച വർഷം 1828. പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വർഷം ബ്രഹ്മസമാജം ചോദിച്ചാൽ 1828 എന്നങ്ങ് പഠിക്കുക. ബ്രഹ്മസമാജ സ്ഥാപകൻ രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസഭ എന്ന പേരിൽ ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മസമാജമാണ്. ബ്രഹ്മസഭയ്ക്ക് ബ്രഹ്മസമാജം എന്ന പുനർനാമകരണം ചെയ്തത് 1830 ബ്രഹ്മസമാജം രണ്ടായി പിളർന്നത് 1866 ആദി ബ്രഹ്മസമാജം എന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നും. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? ദേവേന്ദ്രനാഥ ടാഗോർ ആയിരുന്നു. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്ര സെൻ ആയിരുന്നു. ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ് ചന്ദ്ര സെൻ ആയിരുന്നു. സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ചത് 1878 സാധാരണ ബ്രഹ്മസമാജം രൂപീകരിച്ചത് 1878 സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ആനന്ദ് മോഹൻ ബോസ് ശിവനാരായണൻ ശാസ്ത്രിയുമാണ്. സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ആരൊക്കെ സുഹൃത്തുക്കളെ? ആനന്ദ മോഹൻ ബോസും ശിവനാരായണൻ ശാസ്ത്രിയുമാണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിച്ചാൽ അത് അയ്യത്താൻ ഗോപാലനാണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ അയ്യത്താൻ ഗോപാലനാണ്. ബഹുദൈവ ആരാധനയും വിഗ്രഹ ആരാധനയും ദൈവിക അവതാരങ്ങൾ എന്നിവയെ ശക്തമായി എതിർത്തിരുന്ന നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രഹ്മസമാജമായിരുന്നു. ബഹുദൈവ ആരാധനയെയും വിഗ്രഹ ആരാധനയെയും ദൈവിക അവതാരങ്ങളെയും എതിരെ ശക്തമായി പ്രവർത്തിച്ചിരുന്ന അല്ലെങ്കിൽ ശക്തമായി എതിർത്തിരുന്ന നവോത്ഥാന പ്രസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ബ്രഹ്മസമാജമായിരുന്നു. അപ്പൊ ഒന്നുകൂടി പറയാം, ആദി ബ്രഹ്മസമാജത്തിന്റെ നേതൃത്വം നൽകിയതാരെന്ന് ചോദിച്ചാൽ ദേവേന്ദ്രനാഥ ടാഗോർ ആണ്. ആദി ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് ദേവേന്ദ്രനാഥ ടാഗോറും ഭാരതീയ ബ്രഹ്മസമാജത്തിന് നേതൃത്വം നൽകിയത് കേശവ ചന്ദ്ര സെന്നുമാണ്. സാധാരണ ബ്രഹ്മസമാജത്തിന് രൂപീകരിച്ചത് 1878 സാധാരണ ബ്രഹ്മസമാജത്തിന് നേതൃത്വം കൊടുത്തത് ആനന്ദ മോഹൻ ബോസും ശിവനാരായണൻ ശാസ്ത്രിയുമാണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് അയ്യത്താൻ ഗോപാലനാണ്. ബഹുദൈവ ആരാധനയും വിഗ്രഹ ആരാധനയും ദൈവിക അവതാരങ്ങൾ എന്നിവയെ ശക്തമായി എതിർത്തിരുന്ന നവോത്ഥാന പ്രസ്ഥാനം ബ്രഹ്മസമാജം പഠിക്കുക. അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ഒന്നുകൂടി ഇന്ത്യയിലെ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും അതിന്റെ സ്ഥാപകരെ നമുക്ക് ഒന്നുകൂടി ഒന്ന് പഠിക്കാം. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ബ്രഹ്മസമാജം സ്ഥാപിച്ചത് രാജാറാം മോഹൻ റോയ് ആണ്. ആര്യ സമാജമാണ് സ്ഥാപിക്കുന്നെങ്കിൽ അത് ദയാനന്ദ സരസ്വതിയാണ്. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മറാം പാണ്ഡുറംഗാണ്. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് ആത്മറാം പാണ്ഡുറംഗാണ്. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. അലിഗഡ് പ്രസ്ഥാനം സ്ഥാപിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ ആണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആനി ബെസന്റ് ആണ്. തിയോസഫിക്കൽ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? ആനി ബെസന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റിയാണ് ആരംഭിച്ചത് ആര്? ആനി ബെസന്റ്. ഹിതകാരിണി സമാജം ആരംഭിച്ചത് വീരേശലിംഗം പന്തുലു. ഹിതകാരിണി സമാജം ആരംഭിച്ചത് വീരേശലിംഗം പന്തുലു ആണ്. സത്യശോധക് സമാജം ആരംഭിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. സത്യശോധക് സമാജം ആരംഭിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കരാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാ സുഹൃത്തുക്കളെ? EV രാമസ്വാമി നായ്ക്കരാണ്. ലാസ്റ്റ് ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. ബ്രഹ്മസമാജം ആരംഭിച്ചത് രാജാറാം മോഹൻ റോയ്. ആര്യ സമാജം ആരംഭിച്ചത് ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആരംഭിച്ചത് ആത്മറാം പാണ്ഡുറംഗ്. അലിഗഡ് പ്രസ്ഥാനം ആരംഭിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ. രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചത് സ്വാമി വിവേകാനന്ദൻ. തിയോസഫിക്കൽ സൊസൈറ്റി ആരംഭിച്ചത് ആനി ബെസന്റ്. എവിടത്തെയാണ്? ഇന്ത്യൻ തിയോസഫിക്കൽ സൊസൈറ്റി. ഹിതകാരിണി സമാജം ആരംഭിച്ചത് വീരേശലിംഗം പന്തുലു. സത്യശോധക് സമാജം ആരംഭിച്ചത് ജ്യോതിറാവു ഫുലെയാണ്. സ്വാഭിമാന പ്രസ്ഥാനം ആരംഭിച്ചത് EV രാമസ്വാമി നായ്ക്കരാണ്. പഠിക്കുക. ഇനി ഇത്രയും പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ സൂപ്പർ കോഡ് ഉണ്ട്. സുഹൃത്തുക്കൾ ഒരു ടെൻഷനും വേണ്ട. മാക്സിമം ഈ കോഡ് പഠിക്കാൻ ശ്രമിക്കുക.
ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും സുഹൃത്തുക്കൾക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ മേഖലയിൽ ഇത്രയെങ്കിലും സുഹൃത്തുക്കൾ പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. നമുക്ക് കോഡിലേക്ക് പോകാം. വീരന്റെ ഹിതമറിയാൻ ആത്മപ്രാർത്ഥനയോടെ അഹമ്മദ് അലി ദയയുള്ള ആര്യയെയും വിവേകമുള്ള രാമനെയും കാണാൻ സത്യന്റെ ജ്യോതി കൊണ്ട് തീ പിടിച്ച ബസ്സിൽ പോയി എന്നങ്ങ് പഠിക്കുക. വീരന്റെ ഹിതമറിയാൻ ആത്മപ്രാർത്ഥനയോടെ അഹമ്മദ് അലി ദയയുള്ള ആര്യയെയും വിവേകമുള്ള രാമനെയും കാണാൻ സത്യന്റെ ജ്യോതി കൊണ്ട് തീ പിടിച്ച ബസ്സിൽ പോയി എന്നങ്ങ് പഠിക്കുക. ഇത്രയേ ഉള്ളൂ പഠിക്കാനായിട്ട്. സുഹൃത്തുക്കൾ ടൈം എടുത്ത് പഠിച്ചാൽ മതി. ഈ കോഡ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് 1 മാർക്ക് ഉറപ്പായും ലഭിക്കും. വീരന്റെ ഹിതമറിയാൻ ആത്മപ്രാർത്ഥനയോടെ അഹമ്മദ് അലി ദയയുള്ള ആര്യയെയും വിവേകമുള്ള രാമനെയും കാണാൻ സത്യന്റെ ജ്യോതി കൊണ്ട് തീ പിടിച്ച ബസ്സിൽ പോയി എന്നങ്ങ് പഠിക്കുക. ഇതിൽ വീരന്റെ ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരേശലിംഗം സ്ഥാപിച്ചത് എന്താണ്? ഹിതകാരിണി സഭ. അവിടെ നിന്ന് കിട്ടിയല്ലോ. വീരന്റെ ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വീരേശലിംഗം ഹിതകാരിണി സഭ. ആത്മപ്രാർത്ഥനയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മറാം പാണ്ഡുറങ്ക് പ്രാർത്ഥനാ സമാജം. ആത്മപ്രാർത്ഥനയോടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മറാം പാണ്ഡുറങ്ക് പ്രാർത്ഥനാ സമാജം. അഹമ്മദ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ സയ്യദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം. അതിൽ നിന്ന് നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടും. അഹമ്മദ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ സയ്യദ് അഹമ്മദ് ഖാൻ എന്താണ്? അലിഗഡ് പ്രസ്ഥാനം. ദയയുള്ള ആര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയാനന്ദ സരസ്വതി ആര്യ സമാജം. ദയയുള്ള ആര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയാനന്ദ സരസ്വതി ആര്യ സമാജം. വിവേകമുള്ള രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ. വിവേകമുള്ള രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷനാണ്. സത്യന്റെ ജ്യോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെയാണ്. സത്യന്റെ ജ്യോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെയാണ്. തീ പിടിച്ച ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയോസഫിക്കൽ സൊസൈറ്റി. ആരാണ്? ആനി ബസന്ത് ആണ്. ആ ബസന്ത് ആണ് നമ്മൾ ബസ് എന്ന് മാറ്റിയത്. തീ പിടിച്ച ബസ് എന്ന് പറഞ്ഞാല് തിയോസഫിക്കൽ സൊസൈറ്റി. ആരാണ്? ആനി ബസന്ത് ആണ്. കോഡ് ഒന്നുകൂടി പറയാം, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. വീരന്റെ ഹിതമറിയാൻ ആത്മപ്രാർത്ഥനയോടെ അഹമ്മദ് അലി ദയയുള്ള ആര്യയെയും വിവേകമുള്ള രാമനെയും കാണാൻ സത്യന്റെ ജ്യോതി കൊണ്ട് തീ പിടിച്ച ബസ്സിൽ പോയി എന്ന് പഠിക്കുക. ഇതിൽ വീരന്റെ ഹിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീരേശലിംഗം ഹിതകാരിണി സഭ സ്ഥാപിച്ചു. ആത്മപ്രാർത്ഥനയോടെ എന്ന് പറഞ്ഞാൽ ആത്മറാം പാണ്ഡുറങ്ക് പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചു. അഹമ്മദ് അലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർ സയ്യദ് അഹമ്മദ് ഖാൻ അലിഗഡ് പ്രസ്ഥാനം രൂപീകരിച്ചു. ദയയുള്ള ആര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയാനന്ദ സരസ്വതി ആര്യ സമാജം ആരംഭിച്ചു. വിവേകമുള്ള രാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചു. സത്യന്റെ ജ്യോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യശോധക് സമാജം ജ്യോതിറാവു ഫുലെ എന്ത് ചെയ്തു? ആരംഭിച്ചു. തീ പിടിച്ച ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയോസഫിക്കൽ സൊസൈറ്റി ആരംഭിച്ചതാരാണ്? ആനി ബസന്റ് ആണ്. ആനി ബസന്റിന്റെയാണ് നമ്മളെ ബസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഭാഗം സുഹൃത്തുക്കളെ വ്യക്തമായിട്ട് പഠിക്കുക. ഇത്രയുമായിരുന്നു നമ്മുടെ LGS മാരത്തോൺ ഡേ 30 നമ്മൾ ചർച്ച ചെയ്തത്. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്നായി മനസ്സിലാക്കിയെന്ന് കരുതുന്നു. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടൺ ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം.